വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 3-ാം ദിവസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ദൈവം ആകാശത്തിൻ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. സൃഷ്ടിയുടെ ആദ്യ 2 ദിവസങ്ങളിൽ ദൈവം ആകാശവും സ്വർഗീയ ആകാശവും സൃഷ്ടിച്ചു. 3-ാം ദിവസം മുതൽ അവന്റെ സൃഷ്ടിപരമായ ശക്തി ഭൂമിയിൽ കേന്ദ്രീകരിച്ചു. ഇന്ന് ഭൂമിയുടെ 2/3 ഭാഗവും കടലുകളാൽ മൂടപ്പെട്ടിരിക്കുകയാണെങ്കിലും ഭൂമിയുടെ 1/3 മനുഷ്യവർഗത്തിനു വേണ്ടി അവൻ നീക്കിവെച്ചിരുന്നു. ഉണങ്ങിയ നിലം പ്രത്യക്ഷപ്പെടാൻ അവൻ കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. സമുദ്രങ്ങൾ പോലുള്ള ജലാശയങ്ങൾ ആത്മീയമായി പോരാട്ടങ്ങളെയും ക്ലേശങ്ങളെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനങ്ങൾ 42-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ദാവീദ് രാജാവ് തന്റെ ദുഃഖങ്ങളെയും കഷ്ടതകളെയും കുറിച്ച് വിലപിച്ചു. അദ്ദേഹം സങ്കീർത്തനം 69-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു എന്നും അതിന്റെ 15-ാം വാക്യത്തിൽ ജലപ്രവാഹം എന്റെ മീതെ കവിയരുതേ, ആഴം എന്നെ വിഴുങ്ങിക്കളയരുതേ, കുഴി എന്നെ അടച്ചു കളയുകയും അരുതേ എന്നും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വെള്ളത്തിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും മേൽ യഹോവ നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. ചെങ്കടലിനെ 2-ആയി വിഭജിച്ച ദൈവം, യോർദാൻ നദി കരകവിഞ്ഞൊഴുകാൻ ഇടയാക്കിയവൻ, നമുക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യെശയ്യാവ് 43-ാം അധ്യായം 2-ാം വാക്യത്തിൽ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് എലീശാ പ്രവാചകൻ യോർദാൻ നദിയിലെ വെള്ളത്തെ തന്റെ മേലങ്കി ഉപയോഗിച്ച് അടിച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ കഴിഞ്ഞത്. ഏലിയാവിന്റെ ദൈവമായ കർത്താവ് എവിടെ? അവൻ അങ്ങനെ ചെയ്തപ്പോൾ യോർദാനിലെ വെള്ളം പിളർന്നു. അങ്ങനെ എലീശയ്ക്ക് അക്കരെ കടക്കാൻ കഴിഞ്ഞു. അതിനാൽ നിങ്ങൾക്കെതിരെ നിരവധി വെള്ളപ്പൊക്കങ്ങൾ ഉയരുമ്പോൾ പോലും ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 46-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്ന്. ലോകം സമുദ്രത്താൽ ചുറ്റപ്പെട്ടാലും സമുദ്രത്തിലെ തിരമാലകൾക്ക് ദൈവം ഒരു അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ ഭൂമിയെ നശിപ്പിക്കാൻ അതിന് കഴിയുകയില്ല. അവൻ അവരുടെ അതിരുകൾ നിശ്ചയിച്ചു. വാതിലുകളും ബോൾട്ടുകളും സ്ഥാപിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ദൂരം മാത്രമേ വരാൻ കഴിയൂ. ഞാൻ നിങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള അതിരുകൾ ഒരിക്കലും കടക്കരുത്. ഞാൻ നിശ്ചയിച്ച അതിരുകളിൽ നിന്റെ തിരമാലകളുടെ അഹങ്കാരം നിൽക്കട്ടെ എന്ന്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷത്തോടെ നയിക്കാൻ കഴിയുന്നത്, ഭയമില്ലാതെയും. അതുപോലെ നിങ്ങളുടെ കർത്താവ് എല്ലാ പരീക്ഷണങ്ങൾക്കും കഷ്ടതകൾക്കും അതിരുകൾ നിശ്ചയിച്ചിരിക്കുന്നു. അവയ്ക്ക് ഒരിക്കലും ആ അതിർത്തി കടന്ന് നിങ്ങളെ കീഴടക്കാൻ കഴിയുകയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സഭാപ്രസംഗി 1-ാം അധ്യായം 7-ാം വാക്യം. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 17-18 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 3-ാം അധ്യായം 19 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വാക്യങ്ങൾ